ഹിന്ദു എന്ന ശശി തരൂർ പുസ്തകം കമ്പോട് കമ്പ് വായിച്ചാൽ സന്തോഷിക്കുക BJP-ക്കാർ തന്നെയാണ്. അന്യമത വിദ്വേഷം പാടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഹിന്ദുത്വയുടെ ബഹിർസ്ഫുരണമാണ്. ജവഹർലാൽ നെഹ്റു നാസ്തികനായിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസം പുലർത്തുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചയാളാണ്. ഇതര മതസ്ഥർക്ക് അലോസരവും വിശ്വാസക്കേടും ഉണ്ടാകാതിരിക്കാൻ അത് വേണമെന്ന നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഭൂരിപക്ഷം നേതാക്കൾക്കും അത് കഴിഞ്ഞില്ല. മൻമോഹൻ സിംഗ് ഒഴികെ മറ്റുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ മതസ്വത്വം വെളിപ്പെടുത്തി. തലപ്പാവും പേരിലെ സിംഗ് എന്ന വിശേഷണവും ഉണ്ടായിട്ട് പോലും മൻമോഹൻ സിംഗ് തീർത്തും മതേതരമായി പ്രവർത്തിച്ചു. അത്തരം നയങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായിരുന്നു ശശി തരൂരിന്റെ വൈ ഐ ആം എ ഹിന്ദു. പേരുകൊണ്ട് തന്നെ അത് അകറ്റാൻ ശ്രമിച്ചത് ദളിത് വിഭാഗങ്ങളെയാണ്. ഹിന്ദുത്വയ്ക്കുള്ള മറുപടിയായല്ല, കാഞ്ച ഇലയേക്കുള്ള തിരുത്തായി അത് വായിക്കപ്പെട്ടു. പതിറ്റാണ്ട് മുമ്പ് വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകം എഴുതിയ ഇലയേക്കുള്ള മറുപടി. അത് അകറ്റി നിർത്തിയത് പിന്നാക്കക്കാരായി ജീവിക്കേണ്ടി വന്നവരെയാണ്. അതുകൊണ്ടൊക്കെയാണ് വൈ ഐ ആം എ ഹിന്ദു എന്ന തരൂർ പുസ്തകം BJP പക്ഷത്തേക്കുള്ള യാത്രയുടെ ലോഞ്ചിങ് പാഡ് ആകുന്നത്.